അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളൊരു 2-3 ആഴ്ചയായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ എക്സാം പോയിന്റിൽ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മിസ്സിനറിയാം. അപ്പോൾ നമ്മുടെ ഓഫറിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത്? മിസ് ചോദിക്കുന്ന ഈ ലൈവിൽ മിസ് ചോദിക്കുന്ന 5 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന അത്രയും പേർക്കും എന്താണ് നമ്മുടെ എക്സാം പോയിന്റിൻ്റെ വക എന്താ ഫ്രീ ആയിട്ട് ആ ക്ലാസ്സിലെ ബുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എക്സാം പോയിന്റിൻ്റെ ബുക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. അതുമാത്രമല്ല, അത് 2 ലക്ഷത്തിലധികം കുട്ടികൾ യൂസ് ചെയ്യുന്ന ബുക്കാണ്. അവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോർ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ആൻസേഴ്സോട് കൂടിയിട്ട് നമ്മുടെ എക്സാം പോയിന്റിൻ്റെ ബുക്കിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണ് എക്സാം പോയിന്റിൻ്റെ ബുക്കൊക്കെ വാങ്ങിച്ച് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് വാങ്ങിച്ച് പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ലൈവിൻ്റെയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ തന്നെ ഒരു ബുക്കിൻ്റെ ഫുൾ സെറ്റാണ് കിട്ടുന്നത്. അതായത് എക്സാം പോയിന്റിൻ്റെ ഇപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ആണെങ്കിൽ 5ാം ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ബുക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ലൈവ് അല്ല, ബാക്കി പല ക്ലാസ്സുകളിലെ ലൈവ് നടക്കും. അപ്പോൾ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിക്കോ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവിൻ്റെ കാര്യം അവരെ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏത് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്? 5th സ്റ്റാൻഡേർഡിൻ്റെ നമ്മുടെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ്. 10th ചാപ്റ്ററോ ആനിമൽ ലോർ എന്ന് പറഞ്ഞ 2 ചാപ്റ്റേഴ്സാണ് ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും റെഡിയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന്. നമ്മൾ ബേസിക് ആയിട്ട് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ ഈ ലൈവിലൂടെ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താണ് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചു എന്താണ് മൂൺ ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ. അതിലെന്താണ് നമ്മൾ മൂണിനെ പറ്റിയും സ്റ്റാർസിനെ പറ്റിയൊക്കെ പഠിച്ചു. ഇനി നമ്മൾ മൂണിനെ തൊട്ട കഥ നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, ദ സ്പേസ് അല്ലേ. സ്പേസിലുള്ള മൂണ്, സ്റ്റാർസ്, ഇതിനെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് സ്പേസിൽ നമ്മൾ എപ്പോഴാണ് പോയത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നേടിയെടുത്ത നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയൊക്കെ നമ്മൾ ചന്ദ്രനെ നോക്കുമോനെ, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കുമോനെ എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ ചോറുണ്ടാണ്ട്. ഇപ്പം നിങ്ങളുടെ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ചെറിയ കുട്ടികളെ നമ്മൾ അങ്ങനെയല്ലേ പഠിപ്പിക്കാറ്, അല്ലെങ്കിൽ ചോറ് വാരി കൊടുക്കാറൊക്കെ അങ്ങനെയല്ലേ. അപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്നാണ് അല്ലേ, എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് എന്താ, മൂണിനെയും സ്റ്റാറിനെയും ഒക്കെ ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ സാധിച്ച, അല്ലെങ്കിൽ അവിടെ പോയി അത് സാധിക്കാൻ പറ്റിയ വളരെ കുറച്ച് പേരെ നമ്മുടെ ലോകത്ത് തന്നെ ഉള്ളൂ അല്ലേ. ഇന്ത്യയിലെന്ന് പറയാൻ തന്നെ അതിലും കുറവാണ്. അപ്പം അങ്ങനെ സാധിച്ചെടുത്ത കുറച്ച് പേരുടെ കാര്യങ്ങൾ, എങ്ങനെ അത് സാധിച്ചെടുത്തു, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉള്ളത്. നമുക്ക് പോവാം. ഓക്കെ, എർത്ത് ഇസ് എ ലാർജ് സ്പിയർ. അത് നിങ്ങൾക്കറിയാലോ, എർത്ത് ഒരു വലിയ സ്പിയർ ആണ് അല്ലേ. സ്പിയർ എന്ന് പറഞ്ഞാൽ ബോളിൻ്റെ ഷേപ്പ് അല്ലേ, കുറച്ച് സൈഡിലൊക്കെ ഒരു ടാമ്പർ ചെയ്തിട്ട് ബോളിൻ്റെ ഷേപ്പിലുള്ളതാണ് എർത്ത്. ദ വാസ്റ്റ് എംപ്റ്റി റീജിയൻ ബിയോണ്ട് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഇസ് ദ സ്പേസ്. ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ അല്ലേ, അറ്റ്മോസ്ഫിയറിന് വെളിയിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഗ്യാപ്പ് അല്ലേ, 2 സാധനങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എർത്തും അതർ പ്ലാനറ്റ്സും സോളാർ സിസ്റ്റവും ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, നല്ല ഭംഗിയുള്ള ഒരു ഇരുട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള മാറ്റേഴ്സ് ഉള്ള എന്താണ് അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, Earth rotates around the sun through the space. അതറിയാലോ, സ്പേസിലൂടെയാണ് എർത്ത് സോളാർ സിസ്റ്റത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ സ്പേസിലുള്ള ബോഡീസിനെയാണ് എന്ത് പറയുന്നത്? സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത്. എന്താണ് സെലസ്റ്റിയൽ ബോഡീസ്? ഏതൊക്കെയാണ്? സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ്. ഇറ്റ് വാസ് യൂറി ഗഗാറിൻ. ആരാണ്? യൂറി ഗഗാറിൻ. ആരായത്? ഫസ്റ്റ് ആസ്ട്രോണമർ ടു ലാൻഡ് ഓൺ ദി മൂൺ ആണ്. ആരാ? യൂറി ഗഗാറിൻ.
He saw this for the first time during his space travel. The vast empty region beyond the Earth's atmosphere is the space. നമ്മൾ പറഞ്ഞു അല്ലേ? The space exists around the Earth. The Earth is just one among several crores of celestial bodies present in the space. Space exists around the Earth. The Earth is just one among several crores of celestial bodies present in the space. അതായത് ഈ മൂണ്, സ്റ്റാർ, അതുപോലെ പ്ലാനറ്റ്സ് ഒക്കെ പോലെ തന്നെ എന്താണ്, ഒരു സാധാരണ ഒരു കോസ്മിക് അല്ലെങ്കിൽ സെലസ്റ്റിയൽ ആയിട്ടുള്ള ബോഡീസ് ആണ് എന്തെന്ന് പറയുന്നത്, എർത്ത് എന്നും പറയുന്നത് അല്ലേ. മൂൺ ഇസ് എ സെലസ്റ്റിയൽ ബോഡി ഇൻ സ്പേസ് ആൻഡ് ഇസ് ദ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്തുള്ള സെലസ്റ്റിയൽ ബോഡി എന്ന് പറയുന്നത് മൂണാണ് അല്ലേ. സ്പേസിലുള്ള ഏറ്റവും അടുത്ത സാധനം എന്ന് പറയുന്നത് ആരാണ്, മൂണാണ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇത്രയും? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നോക്കിയേ, അടുത്ത നോക്കിയേ. വോസ്റ്റോക്ക് 1, ദ സ്പേസ് ക്രാഫ്റ്റ് ഓഫ് സോവിയറ്റ് യൂണിയൻ. റഷ്യയിലെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് റഷ്യ ആ ഭാഗങ്ങളൊക്കെ വരുന്നതാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ടുക്ക് യൂറി ഗഗാറിൻ, ദ ഫസ്റ്റ് കോസ്മോനറ്റ് astronaut to space on 12th April 1961. അപ്പം യൂറി ഗഗാറിൻ ആരാണ്? ആദ്യമായിട്ട് സ്പേസിൽ പോയ വ്യക്തിയാണ്. ആരാണ് യൂറി ഗഗാറിൻ? ആദ്യമായിട്ട് സ്പേസിൽ പോയ വ്യക്തി. അപ്പം മൂണിൽ ലാൻഡ് ചെയ്ത ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ് അല്ലേ. അപ്പം മിസ് നേരത്തെ പറഞ്ഞൊരു ചെറിയ ഇതുണ്ട്. അപ്പം യൂറി ഗഗാറിൻ എന്ന് പറയുന്നത് ആരാണ്? സ്പേസിൽ ആദ്യമായിട്ട് പോയ ആളാണ്, മാറിപ്പോവരുത്. അടുത്ത എന്താണ്? നീൽ ആംസ്ട്രോങ് ആണെങ്കിൽ എന്താണ്? നീൽ ആംസ്ട്രോങ് ആണെങ്കിൽ ആരാ? ഹി ഈസ് ദ ഫസ്റ്റ് ടു ലാൻഡ് ഓൺ ദ മൂൺ. മൂണിൽ ലാൻഡ് ചെയ്ത് നീൽ ആംസ്ട്രോങ് ആണ്. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ വെഹിക്കിൾസ് കണ്ടെയ്നിങ് ഡിവൈസസ് ആൻഡ് സെൻഡ് ടു സ്പേസ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസസ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? സാറ്റലൈറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സാറ്റലൈറ്റ്സ് കേൾക്കാത്തവരാരും ഇല്ലല്ലോ. മൂൺ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. എന്താണ് നാച്ചുറൽ? അതായത് നമ്മൾ ആരും ഉണ്ടാക്കി കൊടുത്തൊന്നുമല്ല എന്ത് മൂൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കി വിടുന്നത് അല്ലേ. നമ്മൾ, അതായത് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടാക്കി വിടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? മനസ്സിലായോ എന്തിനാണെന്നുള്ളത്? എന്തിനാ? ആൾക്കാരെ വിടാനും പിന്നെ എന്തിനാണ്? ഭൂമിയുടെ വെളിയിലുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാനും മൂണിനെയും സണ്ണിനെയും മേർക്കുറിയെയും മാർസിനെയും ഇതിനെയൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ എന്തിടും അല്ലെങ്കിൽ എന്ത് വിടും? നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ വിടും. നമ്മൾ ഈ മൂണിനെ പോലെയുള്ള എന്താണ് ഭൂമിയെ അല്ലെങ്കിൽ ഇതുപോലുള്ള കോസ്മിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസിനെ വട്ടം കറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വിടും? സാറ്റലൈറ്റ്സിനെ വിടും. അപ്പം ടുഡേ thousands of satellites of different countries revolve around the earth. അപ്പം എന്താണ്? പല കൺട്രി, നമ്മുടെ മാത്രമല്ല പല പല കൺട്രീസിലുള്ള സാറ്റലൈറ്റുകൾ ഇപ്പം ഭൂമിയുടെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. മനസ്സിലായില്ലേ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ശരി, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നോക്കിയേ, എന്തിനു വേണ്ടി ഇതെന്താണ്? യൂസസ് ഓഫ് എന്താ? സാറ്റലൈറ്റ്സ്. യൂസസ് ഓഫ് സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ സാറ്റലൈറ്റിൻ്റെ യൂസസ് എന്തിനാണ്? ടു ഐഡൻറ്റിഫൈ ഫിഷറി റിസോഴ്സസ്. ടു ഐഡൻറ്റിഫൈ ഫിഷറി റിസോഴ്സസ് എവിടെയൊക്കെയാണെന്ന് കറക്റ്റായിട്ട് എന്താണ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. ട്രാക്ക് ചെയ്യാൻ അറിയാലോ നിങ്ങൾക്ക്. എന്താ ട്രാക്ക്? നമ്മളിപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ട്രാക്ക് ചെയ്യാന്ന് പറയില്ലേ, എവിടെയാണ് കറക്റ്റായിട്ട് നിൽക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷറി റിസോഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ? ക്ലൈമറ്റോളജി. അപ്പം മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലേ എന്താണ് ക്ലൈമറ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത എന്താ? സ്റ്റഡി ഓഫ്
ഫോറസ്റ്റ് ലാൻഡ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. സ്റ്റഡി ഓഫ് ഫോറസ്റ്റ് ലാൻഡ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. എന്താണ്, നമുക്ക് മുകളിൽ നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് ഒരുപാട് ഡാമേജ് ഉള്ളത്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ ഒക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാൻ പറ്റാത്ത എന്തെങ്കിലും വർക്ക് അവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ എങ്ങനെ നമുക്ക് എപ്പോഴും ഹൈ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ലാൻഡ് ആൻഡ് നേവി, അങ്ങനെയുള്ള ഒത്തിരി നമുക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് സ്ഥലത്ത് നമ്മൾ പോവുകയാണ്, നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ അല്ലെങ്കിൽ എയറോപ്ലെയിനിലൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ന്യൂസുകളൊക്കെ എത്തുന്നത്, സാറ്റലൈറ്റ് വഴിയാണ്. ഓക്കെ. പിന്നെ സ്പേസ് റിസർച്ച് അല്ലേ, ഓബിയസ്ലി എന്താണ് സ്പേസ് റിസർച്ച്, അവിടെ ചുറ്റും നടക്കുന്ന സ്പേസിലുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സാറ്റലൈറ്റ്സ് വേണം അല്ലേ. നിർബന്ധമായിട്ടും എന്ത് വേണം, സാറ്റലൈറ്റ്സ് വേണം. ഓക്കെ. അടുത്ത നോക്കിയേ, മിലിറ്ററി ഡിഫെൻസ് ആക്ടിവിറ്റീസ്. മിലിറ്ററിയുടെ എന്താണ്, നമുക്കൊരു അറ്റാക്ക് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. എന്തിനാ, ഒത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ടെലിഫോൺ വഴി വിളിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, മിലിറ്ററിക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും അല്ലേ. നമുക്ക് ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ, സാറ്റലൈറ്റ് ഫോൺസ് ആണ് അല്ലേ, അല്ലെങ്കിൽ വയർലെസ് ഫോൺസ് എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെയൊക്കെ യൂസ് എന്താണ്, നമ്മളിപ്പം ഫോൺ വഴി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എന്താ അവർ ഈ നമ്മുടെ എനിമീസിനോ അങ്ങനെയുള്ള വെളിയിൽ നിന്നുള്ള രാജ്യക്കാർക്കൊക്കെ അത് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ, അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, ഈ സാറ്റലൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ എന്താണ്, സേഫാണ്. ഓക്കെ. പിന്നെ എന്താ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ടി വി, റേഡിയോ, മൊബൈൽ, ഇൻ്റർനെറ്റ്, ഇതെല്ലാം ഇതുവഴിയാണ് എന്താണ് അല്ലേ. നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാണാൻ പറ്റുന്നത് സാറ്റലൈറ്റ്സ് വഴിയാണല്ലേ. നമ്മൾ പണ്ട് എന്താ ദൂരദർശനമൊക്കെ കണ്ടിട്ടില്ലേ, ദൂരദർശനമൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ പ്രായത്തിലുള്ള, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ദൂരദർശനമൊക്കെ കാണാറുണ്ടോ, നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ദൂരദർശനമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ. ഇപ്പം നമ്മൾ ഫുള്ള് കേബിള്, നെറ്റ്ഫ്ലിക്സ്, ഇൻ്റർനെറ്റ് ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ ദൂരദർശനമൊക്കെ എങ്ങനെയാണ്, സാറ്റലൈറ്റ് വഴിയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഐഡൻറ്റിഫൈയിങ് ലാൻഡ് റിസോഴ്സസ്, പെട്രോളിയം, മിനറൽസ് ഒക്കെ നല്ലപോലെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റിന് പറ്റും. അതെങ്ങനെയാണ്, നമ്മൾ മുകളിൽ നിന്നുള്ള എന്താ ഈ റേസൊക്കെ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് എന്താ റിസോഴ്സസ് എന്താ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് യൂസസ് ഓഫ് സാറ്റലൈറ്റ്സ്. ഇതെന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. ഇനി നോക്കിയേ, സ്പേസ് വീക്ക്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സ്പേസ് വീക്ക്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്, നോക്കിയേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ആർക്കും ഡൗട്ടൊന്നും ഇല്ല. വെരി ഗുഡ്. ശരി. അപ്പോൾ ഇനി സ്പേസ് വീക്ക് നമ്മൾ എല്ലാത്തിനും ഒരു ആഘോഷമാക്കാറുണ്ടല്ലേ. ഇപ്പോൾ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ, പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് എന്താണ് നമുക്ക് ഡേയ്സ് നമ്മൾ വെക്കാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്പേസിന് തന്നെ ഒരു വീക്ക് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് നമ്മൾ സ്ഥാപിച്ചതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം സ്പുട്നിക് 1 launched on 4th October 1957 by the Soviet Union is the first artificial satellite. അപ്പോൾ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ്, സ്പുട്നിക് 1 അല്ലെങ്കിൽ സ്പുട്നിക് 1 എന്ന് പറയുന്നതാണ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പുട്നിക് 1. അപ്പം അതെന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. നമ്മളിപ്പോൾ വേറെ PCMൻ്റെ ഹോളി ഫെയ്ത്തിൻ്റെ ഒക്കെ എക്സാം നിങ്ങൾ എഴുതാറില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്താ സ്പുട്നിക് 1 ആണ്. അത് എന്നാണ് ലോഞ്ച് ചെയ്തത്, 4th October 1957 ലോഞ്ച് ചെയ്തത്. സ്പേസ് ഏജ് ബിഗിൻ വിത്ത് ഇറ്റ്സ് ലോഞ്ചിങ്. Internationally, October 4 to 10 is observed as സ്പേസ് വീക്ക്. കണ്ടോ, അപ്പം എന്നാണിത് ലോഞ്ച് ചെയ്തത്, October 4th അല്ലേ. അപ്പോൾ October 4th തൊട്ട് 10th വരെയുള്ള എല്ലാ വർഷവും എന്താണ് സ്പേസ് വീക്ക് ആയിട്ടാണ് നമ്മൾ എന്താണ് ആചരിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പേസ് വീക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ്, ഫസ്റ്റ് സ്പുട്നിക് 1 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത്, ഇതിനൊക്കെ തുടക്കമായിട്ടുള്ള അത് ലോഞ്ച് ചെയ്ത് അന്നായതുകൊണ്ടാണ്. ഓക്കെ. ശരി. ദിസ് വീക്ക് ഇസ് ഒബ്സർവ് ടു commemorate the launching of Sputnik 1 on 4th October 1957 and the signing of International Space Peace Agreement on 10th October 1951.
59. അപ്പം ഒരാഴ്ച ഫുള്ള് നിൽക്കാൻ കാരണം എന്താണ്? ഇന്റർനാഷണൽ സ്പേസ് പീസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു അഗ്രിമെന്റ്. എല്ലാ കാര്യത്തിലും നമുക്കൊരു പല പല കൺട്രീസും പല പല രീതിയിലായിരിക്കില്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഓർഡർ വരാൻ വേണ്ടിയിട്ട് എല്ലാ കൺട്രീസും കൂടി, അല്ലെങ്കിൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസ്, അങ്ങനെയുള്ള കൺട്രീസ് എല്ലാം കൂടിയിട്ട് ഒരു ഇന്റർനാഷണൽ സ്പേസ് പീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തു. അതെന്നായിരുന്നു? 10th October 1959 ആണ്. അപ്പം ഇതെല്ലാം കൊണ്ടാണ് എന്താണ് October 4th തൊട്ട് 10th വരെ നമ്മൾ സ്പേസ് വീക്കായിട്ട് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ നമ്മൾ ആചരിക്കാറുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് സെൻറ്റർ ആയിട്ടുള്ള ISRO എന്താണ്? ദ സ്പേസ് ഏജൻസി ഓഫ് ഇന്ത്യ conducts a wide range of competitions for school students every year in connection with Space Week. അപ്പോൾ ISRO എന്താ ചെയ്യാറ്? സ്കൂളിലൊക്കെ എന്താണ് കോമ്പറ്റീഷൻ, അതായത് ഈ ക്വിസ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റർ കോമ്പറ്റീഷനോ ഇങ്ങനെയൊക്കെ എന്താണ് നടത്താറായിട്ട് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ സ്പേസ് വീക്കിനെ നമ്മുടെ കുട്ടികളിലേക്ക് കൂടുതൽ റീച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ ISRO എന്തൊക്കെയാണ് ചെയ്യുന്നത്? ക്വിസ് കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കുട്ടികളിലേക്ക് ഈ ഡേയ്സ് കൂടുതൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? എന്തെങ്കിലും അങ്ങനെ കോമ്പറ്റീഷൻസോ കാണാറുണ്ടല്ലേ? നമ്മുടെ സ്റ്റേറ്റ് സ്കൂളോ പ്രൈവറ്റ് സ്കൂളുകളോ ഒക്കെ നമ്മൾ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട് അല്ലേ? അടുത്ത ടോപ്പിലേക്ക് പോവാം. അപ്പോൾ നോക്കിയേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ആര്യഭട്ട, ഇന്ത്യാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സ്പുട്നിക് 1 എന്തായിരുന്നു? സ്പുട്നിക് 1 എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ഇനി ആര്യഭട്ട എന്താണ്? ഇന്ത്യാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ആര്യഭട്ട എന്താണ്? ഇന്ത്യാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. മറക്കരുത് കേട്ടോ. എന്നാണ് അത് ലോഞ്ച് ചെയ്തത്? 1975 ആണ്. ദ ലോഞ്ചിങ് ഓഫ് അമേരിക്കാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്തായിരുന്നു? 1958. എന്നാണ് ഡേറ്റ്സ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഇനി ചോദിച്ചാലോ? അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഡേറ്റ്സ് കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ ആരായിരുന്നു? ആര്യഭട്ട. അപ്പോൾ അമേരിക്കയുടെ ആദ്യം ലോഞ്ച് ചെയ്തതെന്നാണ് 1955. പിന്നെ ഇനി സോവിയറ്റ് യൂണിയനിൽ ആദ്യത്തെ ലിവിങ് ക്രീച്ചർ അല്ലെങ്കിൽ ജീവനുള്ള ഒരു വസ്തു ആദ്യമായിട്ട് സ്പേസിൽ പോയത് എപ്പോഴാണ്? 1957. ആരാണ്? ലൈക്ക എന്ന് പറഞ്ഞ ഒരു ആനിമലാണ്. ഓക്കെ, ലൈക്ക എന്ന് പറഞ്ഞ ഒരു ആനിമലാണ്. അപ്പോൾ ലൈക്ക എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. ലൈക്ക ഏത് ആനിമൽ ആയിരിക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് അറിയാം അല്ലേ? കേട്ടിട്ടുണ്ടാവും. എന്താണ്? ഒരു ഡോഗാണ്. ലൈക്ക എന്ന് പറയുന്ന ഒരു ഡോഗ്, ഒരു പട്ടിക്കുട്ടിയെയാണ് ആദ്യമായിട്ട് നമ്മൾ സ്പേസിൽ വിട്ടത്. നമ്മളല്ല, സോവിയറ്റ് യൂണിയൻ, അതായത് റഷ്യയുടെ ആ കൺട്രീസൊക്കെയാണ്, അല്ലെങ്കിൽ ആ കൺട്രിയാണ് ആദ്യമായിട്ട് സ്പേസിൽ ഒരു ലിവിങ് ക്രീച്ചറിനെ വിട്ടത്. ഓക്കെ, ശരി. ഇനി നോക്കിയേ, ലോഞ്ചിങ് വെഹിക്കിൾസ്. The primary function of rocket is to take humans and satellite to space, overcoming the gravitational pull of the earth. അപ്പം സാറ്റലൈറ്റിൻ്റെ ഉപയോഗം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഒരുപാട് ഉപയോഗങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ ഏത് വഴിയാണ് നമ്മുടെ സാറ്റലൈറ്റിനെ അയക്കുന്നത്? റോക്കറ്റ്സ് വഴിയാണല്ലേ? റോക്കറ്റ്സ് വഴി അയക്കുമ്പോൾ നമ്മൾ എന്താണ് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ് സാറ്റലൈറ്റ് അയക്കണം? പിന്നെ ഹ്യൂമൻസിനെയും നമ്മൾ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റോക്കറ്റ്സിന്. ലോഞ്ചിങ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് റോക്കറ്റ്സ് ആണ്. എന്താണ്? റോക്കറ്റ്സ് ആണ്. മിസ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തീരെ ശരിയല്ല, അതുകൊണ്ടാണ് മിസ് ഇത് കളയുന്നത് കേട്ടോ. അപ്പം റോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ്. ഓക്കെ, ശരി. ഇന്ത്യൻ ആസ്ട്രോണട്സ്. അപ്പം ദ ഫസ്റ്റ് ഇന്ത്യൻ ഹു കണ്ടക്റ്റഡ് സ്പേസ് ജേർണി ഇസ് രാകേഷ് ശർമ്മ. അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വിട്ട ആസ്ട്രോനോട്ട് ആരാണ്? രാകേഷ് ശർമ്മയാണ്. മറക്കരുത്, പഠിച്ചു വെക്കണം. എന്താണ്? രാകേഷ് ശർമ്മ. ബിസൈഡ്സ് ഹിം, പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ലൈക്ക്
കൽപ്പന ചൗള. ഇതിൽ പേര് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്ത്യൻ ആസ്ട്രോണട്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? രാകേഷ് ശർമ്മ, കൽപ്പന ചൗള, സുനിത വില്യംസ്. ഇവർ 3 പേരുമാണ് ഇന്ത്യയിൽ നിന്ന് സ്പേസിലേക്ക് പോയിരിക്കുന്ന 3 ആസ്ട്രോണട്സ് എന്ന് പറയുന്നത്. ഓക്കെ. During her second space flight, Kalpana Chawla was tragically killed in the accident that occurred in the Space Shuttle Columbia. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ കൽപ്പന ചൗളയ്ക്ക് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല. അവർ വരുന്ന വഴി തന്നെ എന്താണ് മരണപ്പെട്ടു. അപ്പം അതൊരു ട്രാജിക് എൻഡ് ആയിരുന്നു അല്ലേ. അപ്പം നമ്മുടെ 3 പേരിൽ ആസ്ട്രോണട്സിൽ 3 പേര് ആരൊക്കെയാണ്? രാകേഷ് ശർമ്മ, കൽപ്പന ചൗള, സുനിത വില്യംസ് അല്ലേ. ആരാ മരിച്ചു പോയത്? കൽപ്പന ചൗളയാണ് ട്രാജിക് ഇൻസിഡൻറ്റിൽ മരിച്ചു പോയത്. ഓക്കെ, ശരി. ഇനി നോക്കിയേ, സുനിത വില്യംസിൻ്റെ കുറച്ച് പോയിന്റ്സ് ആണ്. നോക്ക്, സുനിത വില്യംസ് ഹോൾഡ്സ് 2 വേൾഡ് റെക്കോർഡ്സ്. അപ്പം സുനിത വില്യംസിനെ ദ വുമൺ ഹൂ ഹാസ് സ്പെൻഡ് ദ ലോങ്ങസ്റ്റ് ടൈം ഇൻ സ്പേസ്, ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ ചിലവഴിച്ച വുമൺ, സ്ത്രീ അല്ലേ, ലേഡി എന്നൊക്കെ പറയാം അല്ലേ. വുമൺ ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ ചിലവഴിച്ച ആരാണ്? സുനിത വില്യംസ് ആണ്. ദ വുമൺ ഹു വാക്ക്ഡ് ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം ഇൻ. അപ്പം അങ്ങനെ 2 എണ്ണം. എന്താണ് ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ ചിലവഴിച്ചത്, പിന്നെ ഏറ്റവും കൂടുതൽ ആ സ്പേസിൽ നടന്നയാളും അല്ലേ, നടന്ന വുമൺ അല്ലേ. ഹു വാക്ക്ഡ് ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം ഇൻ സ്പേസ്, ദ വുമൺ. ഓക്കെ, ശരി. അപ്പം ഇത് രണ്ടുമാണ് സുനിത വില്യംസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുക. ക്വസ്റ്റ്യൻ്റെ കാര്യമൊന്നും നിങ്ങൾ മറന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളത്? ലൈക്ക ഈസ് എ ഡോഗ്. വെരി ഗുഡ്. ഓക്കെ, ഇപ്പോഴാണല്ലോ ആൻസർ വരുന്നത്. എന്തായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പം ആദ്യത്തെ ഗിവ് അവേ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇപ്പം പറയണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ 10 മണി വരെ സമയമുണ്ട് രാത്രി. അതിനുള്ളിൽ നിങ്ങൾ കറക്റ്റ് 5 ക്വസ്റ്റ്യൻ്റെ 5 ആൻസർ അയക്കണം. എന്നാലും നിങ്ങൾക്ക് ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ലൈവ് ഫുള്ള് കണ്ട് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് സ്പേസ് ഷിപ്പിൻ്റെയൊക്കെ കാര്യം അല്ലേ, അല്ലെങ്കിൽ ISRO എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ശരി. അപ്പം USA എന്താണ്? നാസയാണ്. അപ്പം ഇന്ത്യയുടെ ഏതാണ്? ഈ ലൈവ് കണ്ടവർക്ക് ഇപ്പം തന്നെ ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. ഇനി വോസ്റ്റോക്ക് 1 എന്നുള്ളത് റഷ്യയുടെയാണ്. അപ്പോൾ അപ്പോളോ 2 എന്നുള്ളത് ആരുടെ ആയിരിക്കും? ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് എടുത്താൽ മതി. അപ്പം ഇതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരി. ഹ്യൂമൻ ബീയിങ്സ് ഓൺ ദി മൂൺ. അപ്പം എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സ് മൂണിൽ പോയത്? ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ മൂൺ ഇസ് ദ ഓൺലി അതർ സെലസ്റ്റിയൽ ബോഡി ഓൺ വിച്ച് ഹ്യൂമൻ ബീയിങ്സ് ആർ ലെയ്ഡ് ദെയർ ഫൂട്ട് ഓൺ. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഭൂമിയുടെ വെളിയിൽ ഒരു സെലസ്റ്റിയൽ ബോഡി അല്ലെങ്കിൽ ആകാശത്തുള്ളൊരു ബോഡിയിൽ ആദ്യമായിട്ട് പോകാൻ പറ്റിയത് അല്ലെങ്കിൽ കാലെടുത്ത് വെക്കാൻ പറ്റിയത് ഏതിലാണ്? ദ മൂണിലാണ്. അപ്പം ആരൊക്കെയാണ് ആദ്യമായിട്ട് മൂണിൽ കാലെടുത്ത് വെച്ചത്? നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ബസ് ആൽഡ്രിൻ ആണ് എന്താണ് ആദ്യത്തെ മൂണിൽ ലാൻഡ് ചെയ്ത 2 അമേരിക്കക്കാരാണ് അവർ. അപ്പം അമേരിക്കയിലുള്ള 2 വ്യക്തികളാണ്. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്ന് പറഞ്ഞ 2 പേരാണ് എന്ത് ചെയ്തത്? മൂണിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്തത്. were the first to land on the moon on 21st July 1969. എന്നാണ് 1969. 21st July 1969 ആണ് ആരാ? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനും എന്താ മൂണിൽ ലാൻഡ് ചെയ്തത്. ഓക്കെ. ദ സ്പേസ് ക്രാഫ്റ്റ് അപ്പോളോ 2 ഓഫ് ദി അമേരിക്കൻ സ്പേസ് ഏജൻസി. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പം അടുത്ത നോക്കിയേ. ദി ആസ്ട്രോനോട്ട് മൈക്കൽ കോളിൻസ് ഓൾസോ accompanied them, controlling the flight of the vehicle. July 21, the anniversary of the day humans laid their foot on the moon, celebrated as Moon Day. ആദ്യമായിട്ട് മൂണിൽ ലാൻഡ് ചെയ്ത ദിവസം, അതായത് ജൂലൈ 21 ആണ് മൂൺ ഡേ. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. മൂൺ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? നമ്മൾ കുറേ ഡേയ്സ് നമ്മൾ പറയാറില്ലേ. ജൂലൈ 21 എന്താണ് മൂൺ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, ശരി.
ഇനി നമ്മുടെ ഇന്ത്യൻ സ്പേസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ചിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിക്രം സാരാഭായ് who initiated our space programs is known as the father of Indian space programs. അപ്പം വിക്രം സാരാഭായ് ആണ് ആദ്യം നമ്മുടെ ഫാദർ ഓഫ് ദി സ്പേസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. പുള്ളിയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സ്പേസ് റിസർച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ റിസർച്ച് ചെയ്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പം പുള്ളിയാണ് ആദ്യത്തെ റിസർച്ച് തുടങ്ങിയെന്ന് പറയാം. അവർ സാറ്റലൈറ്റ്സ് were launched with ഫോറിൻ ഹെൽപ്പ്. ആദ്യം നമുക്ക് എന്താണ് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ടെക്നോളജികളോ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം however today we have achieved wonderful progress in the field of satellite launching with the help of PSLV and GSLV rockets. അപ്പം ഇത് രണ്ട് റോക്കറ്റ്സിൻ്റെ പേരാണ്. എന്താണ് PSLVയും GSLV. അപ്പം ഇവരെന്താണ് ചെയ്തത്? നമ്മുടെ ഈ പറഞ്ഞ സാറ്റലൈറ്റ്സ് റോക്കറ്റ്സ് വഴി സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് ആര് ചെയ്തത്? PSLV and GSLV rockets ചെയ്ത്. We have launched many satellites for different purposes. അല്ല, അത് അറിയാലോ നിങ്ങൾക്ക്. ചന്ദ്രയാൻ, ആദിത്യ, പിന്നെന്താണ് മംഗൾയാൻ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ഡെവലപ്മെൻറ്റ്സിന് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആ കാര്യങ്ങളിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. അപ്പോൾ ആൻസേഴ്സ് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ കഴിവത് നിങ്ങൾ ഒരുമിച്ച് അയക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ ലൈവ് ഫുള്ള് കണ്ടിട്ട് ഒന്ന് ഒരുമിച്ച് അയക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ആൻസർ വേറെ ഒരാൾക്കും കിട്ടത്തില്ലേ? അപ്പം ബുക്ക് അങ്ങനെ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. The satellites are dependent on the communications are the INSAT series. INSAT seriesലുള്ള സാറ്റലൈറ്റ്സ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസാറ്റ് സീരീസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇനി വരുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇൻസാറ്റ് സീരീസ് ആണ് എന്താണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസാറ്റ്. ഇനി IRS സാറ്റലൈറ്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റഡി ഓഫ് എർത്ത് റിസോഴ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു എന്താ? നമ്മൾ പെട്രോളിയം, കോള് ഇതൊക്കെ മൈൻ ചെയ്തെടുക്കണ്ടേ, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? IRS സാറ്റലൈറ്റ്സ് ആണ്. എന്തിനാണ്? IRS. പിന്നെ എന്തിനാണ്? സ്റ്റഡി ഓഫ് വെതറും ഉണ്ട്. അപ്പം IRS സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് എർത്ത് റിസോഴ്സസ് ആൻഡ് സ്റ്റഡി ഓഫ് വെതറും ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, EduSat ഇസ് ദ സാറ്റലൈറ്റ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് അല്ലേ? EduSat എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, നമുക്ക് ചാനലായിട്ട് നമ്മൾ കാണാറൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിപ്പോൾ നോക്കിയാലും ചിലപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഏതാണ്? EduSat. എന്തിനാണ് ഉപയോഗിക്കുന്നത്? എഡു എന്ന് കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ? നമ്മളിപ്പോൾ എഡു എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണെന്ന് അറിഞ്ഞൂടെ? അപ്പോൾ എഡു എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ? EduSat. മെനി സാറ്റലൈറ്റ്സ് ഫോർ വേരിയസ് പർപ്പസസ് ഇൻ ദ IRS ആൻഡ് ഇൻസാറ്റ് സീരീസ്. അപ്പോൾ ഏതാണ്? ഇൻസാറ്റും IRSും ഇൻസാറ്റും IRSും കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. IRSും ഇൻസാറ്റും നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു 3 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. ഇനി നോക്കിയേ, നമ്മുടെ ചന്ദ്രയാൻ മിഷൻ ഓർക്കുന്നുണ്ടോ? ചന്ദ്രയാൻ നമ്മൾ ഭയങ്കര ആഘോഷമായിട്ടൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അത് നമ്മൾ ലോഞ്ച് ചെയ്ത് കറക്റ്റായി എത്തി എന്നൊക്കെ പറയുന്ന ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ആയിരുന്നില്ലേ അല്ലേ? അപ്പം നമ്മളിപ്പോൾ 2023 ലാസ്റ്റ് നമ്മൾ ഒരെണ്ണം ലോഞ്ച് ചെയ്ത് അവിടെ എത്തുകയൊക്കെ ചെയ്തില്ലേ? അപ്പം എന്താണ്? ചന്ദ്രയാൻ 1നെ പറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ചന്ദ്രയാൻ ദ പ്രൈഡ് ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ ഇസ് ഇന്ത്യാസ് മൂൺ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം. എന്താണ് ചന്ദ്രയാൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? മൂണിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു സാറ്റലൈറ്റ് ആണ് അല്ലേ ചന്ദ്രയാൻ എന്ന് പറയുന്നത്. അതെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ? പറഞ്ഞേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞേ. ഓക്കെ,
ഇപ്പോൾ ഡൗട്ടൊന്നും ഇല്ല നിങ്ങൾക്ക്. ശരി, അപ്പം ചന്ദ്രയാൻ 3 വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. നമ്മൾ 2023 ലാസ്റ്റ് നമ്മൾ ചന്ദ്രയാൻ 3 വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാൻ 1 എന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്തതെന്ന് നോക്കിയേ. ഇന്ത്യാസ് ഫസ്റ്റ് മിഷൻ ടു മൂൺ വാസ് ലോഞ്ച്ഡ് ഓൺ 2nd October 2008. എന്നാണ് 2nd October 2008. The very first Chandrayaan mission of India achieved remarkable സക്സസ്. അപ്പോൾ ചന്ദ്രയാൻ 1 സക്സസ് ആയതുകൊണ്ടാണല്ലോ അല്ലേ നമ്മൾ ചന്ദ്രയാൻ 3 ഒക്കെ അയച്ചത് അല്ലേ. അപ്പോൾ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ ചന്ദ്രനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റിയത് എങ്ങനെയാണ്, നമ്മുടെ ഈ ചന്ദ്രയാൻ മിഷൻ കാരണമാണ് അല്ലേ. ഓക്കെ, ദ പ്രസൻസ് ഓഫ്, കണ്ടോ ശ്രദ്ധിച്ചേ, ചന്ദ്രയാൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കിയേ. ദ പ്രസൻസ് ഓഫ് വാട്ടർ ഓൺ ദ മൂൺ വാസ് ഡിറ്റക്റ്റഡ് ബൈ ചന്ദ്രയാൻ. ആരാണ് വാട്ടറിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്ത്? ആരാണ്? ചന്ദ്രയാനാണ്. ഇനി മറക്കരുത്, ഇതാണ് ഈ ചന്ദ്രയാൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ചന്ദ്രയാൻ എന്താ ചെയ്തത്? പ്രസൻസ് ഓഫ് വാട്ടർ കണ്ടുപിടിച്ചു. എന്താണ്? പ്രസൻസ് ഓഫ് വാട്ടർ കണ്ടുപിടിച്ചു. ഓക്കെ, ശരി. ചന്ദ്രയാൻ 2, മംഗൾയാൻ, ദ മിഷൻ ടു മാസ്, ആദിത്യ, ദ സോളാർ മിഷൻ. നോക്കിയാൽ ഏതൊക്കെയാണ്? ചന്ദ്രയാൻ, മംഗൾയാൻ, മിഷൻ ടു മാസ്, ആദിത്യ, ദ സോളാർ മിഷൻ ബിലോങ്സ് ടു ദ സ്പേസ് പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ. അപ്പം മംഗൾയാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഏതാണ്? ആദിത്യയാണ്. നമ്മൾ സോളാർ മിഷനാണ്, അതായത് സണ്ണിൻ്റെ അടുത്തേക്കുള്ള ഒരു മിഷനാണ് അല്ലേ. അത് നമുക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു മിഷനാണ് അല്ലേ. ഇത്രയും നാൾ നമ്മൾ ചന്ദ്രനെയും മാസിനെയും ഇപ്പം നമ്മൾ സൂര്യനെ വരെ തൊടാൻ പോവുകയാണ്. വാട്ട് എ പ്രൗഡ് മൂവ്മെൻ്റ് അല്ലേ. നമുക്ക് ഇന്ത്യക്ക് വളരെ പ്രൗഡായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അതെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 9th ചാപ്റ്റർ ആയ സ്പേസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ. അപ്പം നിങ്ങളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? പേരുകൾ. യൂറി ഗഗാറിൻ ഫസ്റ്റ് വൺ ടു ഗോ ടു ദ സ്പേസ് അല്ലേ. പിന്നെ രണ്ടാമത്തെ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടു ലാൻഡ് ഓൺ ദ മൂൺ. പിന്നെ എന്താണ്? ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് സെൻറ്റർ ഏതാണ്? അമേരിക്കയുടെ സ്പേസ് റിസർച്ച് സെൻറ്റർ ഏതാണ്? പിന്നെ സാറ്റലൈറ്റുകൾ ഏതൊക്കെയാണ്? റഷ്യയുടെ, ഇന്ത്യയുടെ, അമേരിക്കയുടെ, ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഡേറ്റ്സ്, സ്പേസ് വീക്കുകൾ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ? ഓക്കെ, ഡൗട്ടൊന്നുമില്ല. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അതുകൊണ്ടാണ് മിസ് ഇന്ന് 2 ചാപ്റ്റർ എടുത്തത്. ഒരു ചാപ്റ്റർ ഈ രണ്ട് ചാപ്റ്റേഴ്സും നല്ല പോയിന്റ്സ് വളരെ കുറവായതുകൊണ്ടാണ് മിസ് 2 ചാപ്റ്റർ വെച്ച് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ എന്താണ്? ആനിമൽ ലൂർ. എന്താണ് അടുത്ത ചാപ്റ്റർ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കപ്പോൾ ഒരു ഹാപ്പി ആയിട്ടിരുന്നാലോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ശരി. ലിവിങ് ബീയിങ്സ് ഓൺ ദ എർത്ത് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. എന്തൊക്കെയാണ്? ആനിമൽ കിങ്ഡവും പ്ലാന്റ് കിങ്ഡവും അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇതിലൊന്നും ഡൗട്ടില്ല. എന്താണ്? നമുക്ക് പ്ലാന്റ്സും ഉണ്ട്, പിന്നെന്താണ്? ആനിമൽസും ഉണ്ട്. ആനിമൽസ് എന്ന് പറയുമ്പോൾ എല്ലാം പെടും കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ്, ബേർഡ്സ്, മാമൽസ്, റെപ്റ്റൈൽസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പെടുന്നത് എവിടെയാണ്? ആനിമൽ കിങ്ഡത്തിലാണ്. അപ്പം വളരെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു കിങ്ഡമാണ്. എന്താണ്? പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത് രണ്ടും വളരെ വലുതാണ് അല്ലേ. നമുക്ക് പ്ലാന്റിൻ്റെ സ്പീഷീസുകളെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാന്റിനെ പറ്റി നമുക്ക് ഒരുപാട് അറിയത്തില്ലെങ്കിൽ നമുക്ക് ആനിമൽസിനെ കണ്ടാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്ക് പലർക്കും ആനിമൽസിനെയൊക്കെ വളരെ ഇഷ്ടമുള്ളവരുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്തേ, നിങ്ങൾക്ക് ആനിമൽസിനെ വളരെ ഇഷ്ടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ. ശരി. ലിവിങ് ബീയിങ്സ് ഡിഫർ ഇൻ സൈസ്, ഷേപ്പ്, ഹാബിറ്റാറ്റ്സ് ആൻഡ് ഫീഡിങ് ഹാബിറ്റാറ്റ്സ്. അതറിയാലോ, നമ്മളെ തന്നെ നോക്കിയാൽ മതി അല്ലേ. നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് ജീവിക്കുന്നു, എങ്ങനെയൊക്കെ ജീവിക്കുന്നു, മനുഷ്യൻ തന്നെ പല രീതിയിലാണ്. അപ്പോൾ ലിവിങ് തിങ്സിൻ്റെ കാര്യം പിന്നെ പറയണോ അല്ലേ. പല പല രീതിയിൽ, പല പല സൈസിൽ, പല പല കളറിലാണ് ലിവിങ് ബീയിങ്സ് ഉള്ളത്.
The period of incubation is different for various kinds of birds. ഇൻക്യുബേഷനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, ആനിമൽസ് വിച്ച് ക്യാൻ ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ ആർ കോൾഡ് ആംഫീബിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ബേർഡ്സ്, മാമൽസ്, ആനിമൽസ്, ഇങ്ങനെയൊക്കെ പല ഡിസ്റ്റിങ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ മുട്ടയിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ജീവികൾ ഏതൊക്കെയാണ് അറിയാവോ? നമുക്ക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നാൾ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാൻ അല്ലെങ്കിൽ കുഞ്ഞ് പുറത്തേക്ക് വരാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം അല്ലേ, 10 മാസമൊക്കെ എടുക്കും അല്ലേ. അപ്പോൾ ഈ ആനയുടെ ഒക്കെ ആണെങ്കിലോ കുറേ നാളെടുക്കും. അവർക്കൊക്കെ എത്രയാ, 1 വർഷമോ അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ എന്താ പറയുക ഇൻക്യുബേഷൻ പീരീഡ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ ഇസ് ഡിഫറെൻറ്റ് ഫോർ വേരിയസ് കൈൻഡ്സ് ഓഫ്, അതായത് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരാനുള്ള സമയം, അതിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹാച്ചിങ് ഓഫ് എഗ്സ്. ദിസ് ഇസ് വൈ മോസ്റ്റ് ബേർഡ്സ് ഇൻക്യുബേറ്റ്. അപ്പം എന്താണ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നത് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്? കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ വരണമെങ്കിൽ നല്ല ചൂട് വേണം. അപ്പോൾ ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോഴി മുട്ടയ്ക്ക് അടയിരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അടയിരിക്കുക എന്ന് പറയുന്നതാണ് എന്താ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ അടയിരിക്കുന്ന സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വെളിയിൽ വരണമെങ്കിൽ നല്ല ചൂട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ താറാവും കോഴിയൊക്കെ ഈ മുട്ടയുടെ മേളിലിരുന്ന് ചൂട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം cuckoos lay eggs in the crow's nest. Egg of duck are hatched either artificially or by making a hen incubate those. അപ്പം എങ്ങനെയാണ് എങ്ങനെയാണ് കുക്കു കൊണ്ട് ക്രോസ് നെസ്റ്റിലാണ് ഇടുക. അതുപോലെ നമ്മുടെ ഡക്ക് എവിടെ കൊണ്ട് ഹെന്നിൻ്റെ അടുത്ത് കൊണ്ടിടും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇവർക്ക് ഇൻക്യുബേഷൻ ഒന്നും ഇരിക്കാൻ സമയമില്ല. അപ്പോൾ വേറൊരാളുടെ കൂട്ടിക്കൊണ്ട് തന്നെ മുട്ടയിട്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇൻക്യുബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് എന്താണെന്ന് മനസ്സിലായാലും നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ് വേർ എന്താണ് എഗ്സ് കം ഔട്ട്, അല്ലെങ്കിൽ അവർക്ക് ഹാച്ചിങ് ഓഫ് എഗ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? These are migratory birds that come from, there are migratory birds that come from other countries to our place looking for favorable life. അപ്പോൾ എന്താണ് ചില ബേർഡ്സ് എന്താണ് മുട്ടയിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ക്ലൈമറ്റിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കും. അതെങ്ങനെയാണ്? സീസണൽ ആയിരിക്കാം, ക്ലൈമറ്റ് ബേസ്ഡ് ആയിരിക്കാം, അങ്ങനെയൊക്കെ പല രീതികളിൽ വേറൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറി താമസിക്കുന്ന ബേർഡ്സിനെയാണ് നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഭയങ്കര ഫോട്ടോ ഒരു സമയത്ത് നമുക്ക് ഈ ഫോട്ടോഗ്രാഫൊക്കെ കാണാൻ പറ്റും നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സിനെ പറ്റി അല്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് മൈഗ്രേറ്ററി ബേർഡ്സ് വരാറുള്ളത്? കടലുണ്ടി, തട്ടേക്കാട്, കുമരകം, ഇവിടെയൊക്കെയാണ് നമുക്ക് മൈഗ്രേറ്ററി ബേർഡ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായോ മൈഗ്രേറ്ററി ബേർഡ്സ് എന്താണെന്നുള്ളത്? ഇൻക്യുബേഷനും മൈഗ്രേറ്ററി ബേർഡ്സും മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഒന്ന് നോക്കിയേ നിങ്ങൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന്. നമുക്ക് ടെക്സ്റ്റിൽ ഇല്ല ഇത്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് എടുത്ത് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഈ ഫ്ലമിംഗോ അല്ലെങ്കിൽ പിന്നെ ഈ ഫ്ലമിംഗോ ഒക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. പിന്നെ ഫാൽക്കൺ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ഫ്ലമിംഗോ, പിന്നെന്താണ് ഫാൽക്കൺ, ഇതൊക്കെ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? ദി ഓർഗാനിസംസ് ദാറ്റ് ലേ എഗ്സ്. നമ്മൾ മുട്ടയിടുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുട്ടയിടുന്ന ബേർഡ്സിനെ പറയുന്നത് എന്താണ്? ഓവി പാരസ് എന്നാണ് പറയുന്നത്. എന്താണ്?
ഓവിപാരസ്. എന്താണത്? ഓവിപാരസ്. എങ്ങനെയാ പറയുന്നത്? അപ്പോൾ മുട്ടയിടുന്ന ബേർഡ്സിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ മുട്ടയിടുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ആൻഡ്, ഗ്രാസ് ഹോപ്പർ, മൂത്ത്, ബീറ്റിൽ, ഹൗസ് ഫ്ലൈസ്, സാർഡൈൻസ്, മാക്രൽ, സ്നേക്കഡ് ഫിഷ്. ഇതൊക്കെ ഫിഷസ് ആണ്. കണ്ടോ, ഫിഷസ് മുട്ടയിടുന്നു കണ്ടോ, മനസ്സിലായില്ലേ? പിന്നെ ക്രോക്കഡൈല്, സ്നേക്ക്, ലിസാർഡ്, മംബൂയ, കലോട്ടസ്, ഇതൊക്കെ എന്താണ്? മുട്ടയിടുന്ന ആനിമൽസ് ആണ്. ദീസ് ഓർഗാനിസംസ് വിച്ച് ക്യാൻ ലീവ് both on land and in water also lay eggs. അപ്പോൾ ഈ തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആംഫിബിയൻസ് ആണ്. എന്താണ്? ആംഫിബിയൻസ്. ദ ഓർഗാനിസംസ് ലൈക്ക് ഫ്രോഗ്, salamander and Caecilians can live both on land and in water. They are called amphibians. Okay? അപ്പം ഫ്രോഗ്, salamander and Caecilians can live both on lands and water. They are known as amphibians. Okay? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻസെക്ട്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇൻസെക്ട്സ്, ഫിഷസ്, ആംഫിബിയൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നോക്കേണ്ടത്? ഓവിപാരസ്. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓവിപാരസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, അപ്പോൾ ഓവിപാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ ആനിമൽസിനെയാണ് ഓവിപാരസ് ആനിമൽസ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്. അടുത്ത എന്താണ്? മെറ്റാമോർഫോസിസ്. അടുത്ത എന്താണ്? മെറ്റാമോർഫോസിസ്. അതിനു മുമ്പ് നമുക്ക് ഈ ബേർഡ് വാച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടോ? ബേർഡ്സിനെ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തെങ്കിലും ഇഷ്ടം അങ്ങനെ ബേർഡ്സിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേ. ആർക്കും ഇഷ്ടമല്ല? ശരി. അപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുള്ള ഒരു ആളുണ്ടായിരുന്നു. ആരാണ്? ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഡോക്ടർ സലീം അലി വാസ് വേൾഡ് ഫേമസ് ബേർഡ് വാച്ചർ. അതായത് ബേർഡ്സിനെ പറ്റി പഠിക്കുകയും അദ്ദേഹത്തെ അല്ലെങ്കിൽ ബേർഡ്സിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ആരാ? ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത്. അപ്പം November 12th ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം അതിനെപ്പറ്റി ഒരുപാട് ബുക്കുകളും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ ഫോൾ ഓഫ് എ സ്പാരോ ആണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ. അപ്പോൾ ഡോക്ടർ സലീം അലിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ശരി. അപ്പോൾ നോക്കി, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റാമോർഫോസിസ് ആണ്. The young ones hatching out of the eggs of certain organisms do not resemble their parents. ഈ പാഠം നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ പാഠം? മിസ് നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, അതുണ്ടോ? കാണുന്നുണ്ട് അല്ലേ? കാണുന്നില്ലേ? നോക്കിയേ പിക്ചർ. ഓക്കെ, അപ്പം നോക്കി കാണുന്നുണ്ടോ നോക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുക പോലും ഇല്ല ബട്ടർഫ്ലൈ ഇങ്ങനെ ഒരു സാധനത്തിൽ നിന്നാണ് വന്നത്. അതെന്താണ്? പ്യൂപ്പയാണ് അല്ലേ? നമ്മുടെ ബട്ടർഫ്ലൈ വരുന്നത് എവിടെ നിന്നാണ്? പ്യൂപ്പയിൽ നിന്നാണ്. പ്യൂപ്പ വരുന്നത് എവിടെ നിന്നാണ്? ഒരു ലാർവയിൽ നിന്നാണ്. ലാർവ വരുന്നത് എവിടെ നിന്നാണ്? ഒരു കാറ്റപ്പില്ലറിൽ നിന്നാണ്. നല്ല രസമില്ലേ കേൾക്കാൻ തന്നെ? ഒരു കാറ്റപ്പില്ലർ എന്താവും? ഒരു ലാർവയായി മാറും. ആ ലാർവ ഒരു കുക്കൂണായിട്ട് മാറും അല്ലേ? ആ കുക്കൂണാണ് നമ്മൾ വിടർന്ന് നല്ല ബട്ടർഫ്ലൈയോ മോത്തോ ഒക്കെ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ യങ് വൺസ് ഹാച്ചിങ് ഔട്ട് ഓഫ് ദി എഗ് certain organism do not resemble their parents. They are called larva. അപ്പോൾ എന്താണ്? ലാർവയാണ് ആരായിട്ട് മാറുന്നത്? കാറ്റപ്പില്ലർ ആയിട്ട് മാറുന്നത് അല്ലേ? അപ്പം മെറ്റാമോർഫോസിസ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് യങ് വൺസ് ഇൻ ദ ലാർവ സ്റ്റേജ് ഡെവലപ്പ് ഇൻ ടു ഓർഗാനിസംസ് സിമിലർ ടു ദെയർ പേരൻസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ആദ്യം എന്താ? ലാർവ ഉണ്ടാവും. ആ ലാർവ കാറ്റപ്പില്ലറായിട്ട് മാറും. കാറ്റപ്പില്ലർ എന്തായിട്ട് മാറും? പ്യൂപ്പയായിട്ട് മാറും. പ്യൂപ്പ പിന്നെ എന്തായിട്ട് മാറും? നമ്മുടെ ബട്ടർഫ്ലൈ ആയിട്ട് മാറും. അപ്പോൾ ലാർവ, കാറ്റപ്പില്ലർ, പ്യൂപ്പ അല്ലെങ്കിൽ കുക്കൂൺ, അത് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി.
The young ones hatching out from the egg of butterfly resembles a little worm. അതിനാണ് നമ്മൾ കാറ്റർപില്ലർ എന്ന് പറയുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ? കാറ്റർപില്ലറിനെ കണ്ടിട്ടില്ലേ നമ്മൾ? ഓക്കെ. ഇൻ ദ metamorphosis of a butterfly, the adult butterfly is formed after the larva and pupa stages. ഏതൊക്കെയാണ്? ലാർവയും പ്യൂപ്പ സ്റ്റേജും കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്? ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത്. The metamorphosis occurs in insects like honeybee, butterfly, dragonfly, mosquitoes, houseflies, etc. Okay? അപ്പോൾ ദ ലിറ്റിൽ നോക്കിയേ എന്തൊക്കെ തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് നോക്കിയേ. ദ ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈ, കോമൺ മോർമൺ, സദേൺ ബർത്ത് വിങ് ബട്ടർഫ്ലൈ, ബ്ലൂ മോർമൺ ബട്ടർഫ്ലൈ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ദ ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈ, കോമൺ മെർമൺ, സദേൺ ബേർഡ് വിങ് ബട്ടർഫ്ലൈ, ബ്ലൂ മെർമൺ ബട്ടർഫ്ലൈ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ബട്ടർഫ്ലൈസ് ആണ്. ഓക്കെ, ശരി, മനസ്സിലായോ? ഇനി നമ്മൾ ഈ ബട്ടർഫ്ലൈസിന് വരണമെങ്കിൽ ചില ഫേവറബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് വേണം. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ബേർഡ്സ് വേണം. അല്ല, സോറി, ബേർഡ്സ് അല്ല, പ്ലാന്റ്സ് വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നോക്കിയേ. കലോട്രോപ്പസ്, കറി ലീഫ് ട്രീസ്, സിട്രസ് പ്ലാന്റ്സ്, ഇതിലൊക്കെയാണ് നമ്മുടെ പ്യൂപ്പകൾ അല്ലെങ്കിൽ ഈ കുക്കൂണുകൾ നമ്മൾ അല്ലെങ്കിൽ ഈ കാറ്റർപില്ലേഴ്സിന് നല്ല ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ പ്ലാന്റ്സ് വേണം. അപ്പം ഇവിടെയാണ് കൂടുതൽ ബട്ടർഫ്ലൈസ് നല്ലപോലെ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, കാലോട്രോപ്പസ്, എരുക്ക്, പിന്നെ കറി ലീഫ് ട്രീ, നമ്മുടെ കരിവേപ്പില, സിട്രസ് പ്ലാന്റ്, ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ ഒക്കെ വരുന്ന സിട്രസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മെനി വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ആർ നൗ ഫേസിങ് ദ ത്രെഡ് ഓഫ് എക്സ്റ്റിങ്ഷൻ. നമ്മുടെ എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, എല്ലാം തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു ചെടി ഇല്ലാതായാൽ എന്ത് പറ്റും? ബട്ടർഫ്ലൈസും കുറയും, അല്ലെങ്കിൽ അതുപോലുള്ള ഓർഗാനിസംസും കുറയും അല്ല, ഓർഗാനിസംസും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്താലേ നമുക്ക് ബട്ടർഫ്ലൈസിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ആനിമൽസിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, like the butterfly, the sea turtle is another organism which faces the threat of extinction. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈയെ പോലെ തന്നെ സീ ടേർട്ടിലാണ് വേറൊരു ഇങ്ങനെ എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്ന വേറൊരു ആനിമൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ സീ ടേർട്ടിൽ കംസ് ഫ്രം ദ സീ ടു ഷോർ ആൻഡ് ഡിഗ് സാൻഡ് ടു ലേ എഗ്സ്. അതായത് അവരെങ്ങനെയാണ്? കരയിൽ വന്നിട്ടാണ് മുട്ടയിടുന്നത്. അപ്പം ദീസ് എഗ്സ് ആർ ഓഫ്റ്റൻ ഡിസ്ട്രോയ്ഡ് ഇൻ ലാർജ് നമ്പേഴ്സ് ഡ്യൂ ടു ദ ഇൻ്റർഫറൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ലീഡിങ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സീ ടേർട്ടിൽസ്. എന്താണ്, നമ്മുടെ കരയിൽ വന്ന് മുട്ടയിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ വേറെ ആനിമൽസ് അതിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഏറ്റവും കൂടുതൽ എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്നത് ആരാണ്? ഈ ടേർട്ടിൽസ് ആണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസിനെ പോലെ തന്നെ എക്സ്റ്റിങ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ വരുന്നവരാണ് നമ്മുടെ സീ ടേർട്ടിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. മെനി വോളണ്ടറി ഓർഗനൈസേഷൻസ് ഇൻ കേരള വർക്ക് ടുവേർഡ്സ് ദെയർ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ എന്താണ്, അതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലുള്ള കുറേ ഓർഗനൈസേഷൻസ് ഇത് മുന്നിട്ട് വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സീ ടേർട്ടിൽസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ മുത്തിയം സീഷോർ ഓഫ് വല്ലിക്കുന്ന് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. കണ്ടോ, നമ്മുടെ ഒരു എക്സാമ്പിളാണ് ഇത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുത്തിയം സീഷോർ ഓഫ് വല്ലിക്കുന്ന് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. ഇതിലുള്ള ഈ സ്ഥലത്തുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്? സീ ടർട്ടിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പഠിപ്പിച്ചതിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്തേ, ഇപ്പം ചോദിച്ചേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഡൗട്ടൊന്നും ഇല്ല അല്ലേ? കണ്ടിന്യൂ ചെയ്യാം. അപ്പം വി വി പാരസ് ഓർഗൻ, നമ്മൾ നേരത്തെ ഒ വി പാരസ് പറഞ്ഞല്ലേ, ഇതെന്താണ്? വി വി പാരസ് ഓർഗാനിസംസ്. അപ്പം ദോസ് ദാറ്റ് ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ആർ നോൺ ആസ്. അതായത് നമ്മൾ മുട്ടയിടുന്നതിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലേ, മുട്ടയിട്ട് വിരിയുന്ന കോഴി, താറാവ്, ഇതുപോലെയുള്ള മുട്ടയിട്ട് വിരിയുന്നതിനെ പറഞ്ഞു. ഇനിയുള്ള എന്താണ്? ഗീവ് ബർത്ത് ആണ്. മുട്ടയിടാതെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായി അവയ്ക്ക് പാലൂട്ടി വളർത്തുന്നതിനെയാണ് വി വി പാരസ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓർഗാനിസംസ് ലൈക്ക് ദ കാറ്റ്, റാബിറ്റ്, കൗ, കാറ്റ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, ഇവരെല്ലാം എന്താണ്? വി വി പാരസ് ആണ്. ദേ ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. അപ്പോൾ അതിൽ
എന്താണ്, കുട്ടികളുണ്ടായി അവർക്ക് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് വിവി പാരസ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഗീവ് ബർത്ത് ടു ദെയർ യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, മാമൽസ്. മാമൽസ് ആർ ദ ക്രീച്ചേഴ്സ് വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. പറഞ്ഞല്ലോ, അപ്പം അതിനുള്ള എക്സാമ്പിൾ ആണ് മാമൽസ്. ഏതാണ് മാമൽസ്? നമ്മളൊക്കെ മാമൽസ് ആണ്. ഓക്കെ, മാമറി ഗ്ലാൻഡ് അതൊന്നും വേണ്ട. അപ്പം മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽ, നമ്മുടെ കാറ്റ്, ഡോഗ്, ഇവരൊക്കെ മാമൽസ് ആണ്. ഓക്കെ, ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. അവരുടെ പോയിന്റ്, ഹെയർ ഓൺ ദ ബോഡി, പ്രസൻസ് ഓഫ് പിന്ന. പ്രസൻസ് ഓഫ് പിന്ന. പിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പം ഹെയർ ഓൺ ദ ബോഡി ഉണ്ട്, പിന്നെന്താ, പ്രസൻസ് ഓഫ് പിന്നയുണ്ട്. ഓക്കെ, ശരി. അപ്പം ഗീവ് ബർത്ത് ടു യങ് വൺസ്. ഒന്നുകൂടെ നോക്കിയേ. അപ്പോൾ വിവി പാരസ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക്. എന്താണ്? ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക്. അപ്പം ഓവി പാരസ് എന്തായിരുന്നു? ഓവി പാരസ് എന്തായിരുന്നു? അപ്പം മുട്ടയിടുന്ന ഓർഗാനിസംസ് അല്ലേ? മുട്ടയിടുന്ന ഓർഗാനിസത്തിനെയാണ് ഓവി പാരസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. പിന്നെ ഹെയർ ഓൺ ദ ബോഡി. പിന്നെന്താണ്? പ്രസൻസ് ഓഫ് പിന്ന. പിന്ന എന്ന് പറയുന്നത് നമ്മുടെ ഇയറിൻ്റെ ബാക്കിലുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ പാർട്ട് ഓഫ് ദി ഇയറിനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ പാർട്ട് ഓഫ് ദി ഇയറിനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ വിവി പാരസ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഓവി പാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുകയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഇനി മാമൽസിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ചില ആനിമൽസ് ഈ മാമൽസിനെ പോലെ ഗീവ് ബർത്ത് അല്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നതല്ല, മുട്ടയിട്ട് തന്നെ വരുന്ന ചില മാമൽസ് ഉണ്ട്. അതിനെ എക്സെപ്ഷൻസ് എന്നാണ് അല്ലേ അറിയുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ, ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ത്രൂ മാമൽസ് ജനറലി ഗീവ് ബർത്ത് ടു ദെയർ യങ് വൺസ്. ദെയർ ആർ ഓൾസോ certain egg laying ones among. അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, പ്ലാറ്റിപ്പസ് ആൻഡ് എക്കിഡിന. ഓക്കെ, എക്കിഡിന എന്നും അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് എന്ന് പറഞ്ഞ രണ്ട് മാമൽസ് ആണ് എന്ത് ചെയ്യുന്നത്? മുട്ടയിടുന്നത്. അവർ മാമൽസ് ആണെങ്കിലും അവരെന്ത് ചെയ്യാണ്? മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. ഓക്കെ, ബട്ട് ദേ ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. അവർ കുട്ടികൾക്ക് പാൽ കൊടുക്കും, പക്ഷേ മുട്ടയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഓക്കെ, മനസ്സിലായല്ലോ? ഓവി പാരസ് ക്രീച്ചേഴ്സ് എമോങ് മാമൽസ്. ഇനി നോക്കിയേ, ഏതൊക്കെ ഓർഗാനിസംസ് ആണ് എന്താണ് ലേ എഗ് ചെയ്യുന്നത്, അല്ലാത്തത് നോക്കിയേ. പൈസസ്, സ്കിൻ വിത്ത് ഹാർഡ് സെയിൽസ്. ഫിഷസ് പോലുള്ള ഫിഷസ് മാത്രമല്ല, അതുകൊണ്ടാണ് പൈസസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പാണ്. അവർക്ക് സ്വിം ചെയ്യാൻ പറ്റും, ലേ എഗ്സ് ചെയ്യാൻ പറ്റും. ആംഫിബിയൻസ്, ഡ്രൈ സ്കിന്നാണ്. ഹിൻ ലിപ്പ് ഹെൽപ്പ് ടു ജമ്പ് ആണ്. ഹിൻഡ് ലിംസ് ഹെൽപ്പ് ടു ജമ്പ്. അവരും ലേ എഗ്സ് ആണ്. റെപ്റ്റൈൽസ് ആണെങ്കിലോ തിക്ക് സ്കിന്നാണ്, ക്രോള് ചെയ്യും. ക്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എഴഞ്ഞ് നടക്കുന്നതാണ്. നല്ല തിക്ക് സ്കിന്നാണ് അല്ലേ, എഴഞ്ഞ് നടക്കുമ്പം നല്ല തിക്ക് സ്കിന്ന് വേണം. പിന്നെ ലേ എഗ്സ്. ബേർഡ്സ്, സ്കിൻ വിത്ത് ഫെദേഴ്സ്, ഫ്ലൈയിങ് അല്ലേ, സ്കിന്നിലെ ഫെദേഴ്സ് ഉണ്ട്, അവരും ലേയിങ് എഗ്സ്. ഇവർക്കൊന്നും പിന്ന ഇല്ല. ശ്രദ്ധിച്ചായിരുന്നോ? പിന്ന എന്ന് പറയുന്ന ഫീച്ചർ അവർക്ക് ഇല്ല. ഇനി മാമൽസ് മാത്രം എന്താണ്? സ്കിൻ വിത്ത് ഫറാണ്, വാക്കിംഗ് ആണ്, പിന്നെ ഗീവ് ബർത്ത് ടു യങ് വൺസ് ആണ്, പിന്നെയും പ്രസൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ടേബിൾ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക. ഇതിങ്ങ് ചോദിക്കാറില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടേബിളാണ് കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണ് മാമൽസ് മാത്രമാണ് ഗീവ് ബർത്ത് ടു യങ് വൺസ്. മനസ്സിലായല്ലോ? ന്യൂ ക്രീച്ചേഴ്സ് ഫ്രം ബോഡി ബോഡി പാർട്സ്. അപ്പം പ്ലാനേറിയ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിസം, അല്ലെങ്കിൽ പ്ലാനേറിയ എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസം എന്താണ്? സ്വന്തം ബോഡിയിൽ നിന്ന് വേറൊരു യങ് വണ്ണിനെ ഉണ്ടാക്കും. അതായത് ഇപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, ആ കയ്യിൽ നിന്ന് വേറൊരു സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ മുറിഞ്ഞു പോയ ഭാഗം വീണ്ടും വരിക. ഇതൊക്കെ എന്താണ്? ന്യൂ ക്രീച്ചേഴ്സ് ഫ്രം ബോഡി പാർട്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു സാധനം ഏതാണ്? നമ്മുടെ ലിസാർഡ് അല്ലേ. ലിസാർഡിൻ്റെ വാല് മുറിഞ്ഞു പോയാൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ ആ വാല് തിരിച്ചു വരുന്ന കാണാറില്ലേ? അപ്പം ന്യൂ ക്രീച്ചേഴ്സ് ഫ്രം ബോഡി പാർട്സ്. അപ്പം പ്ലാനേറിയ, if the body parts of the organisms like earthworm, planaria get cut, the severed parts grow into new organisms. കണ്ടോ? അപ്പം എന്താണ്?
നമ്മുടെ ഇപ്പോൾ ഒരു ഭാഗം കട്ടായി പോയി എന്ന് വിചാരിക്കുക. ഇപ്പോൾ പ്ലാനേരിയ ടേപ്പ് വേം എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഒരു ഭാഗം കട്ടായി പോയി എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഈ ഭാഗം വീണ്ടും അവർക്ക് ഗ്രോ ചെയ്തെടുത്ത് പോകാൻ പറ്റും. വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഒരെണ്ണം നഷ്ടമായാൽ അത് പോവല്ല, അവർക്ക് അത് വീണ്ടും ഗ്രോ ചെയ്ത് വരും. അപ്പം ന്യൂ ക്രീച്ചേഴ്സ് ഫ്രം ബോഡി പാർട്സ്. അപ്പം ലിസാർഡിൻ്റെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, വാല് പോയ ലിസാർഡിൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, ഇത് അന്ന് ഉണ്ട് ആ സാധനമല്ലേ, അതിൻ്റെ പിന്നെയും വന്നു. അതുപോലെ രണ്ട് ഓർഗാനിസംസ് ആണ്, എന്താണ്? പ്ലാനേറിയയും എർത്ത് വേംസും. ഏതാണ്? പ്ലാനേറിയ ആൻഡ് എർത്ത് വേംസ്. ഇതെന്താണ്? പ്ലാനേറിയ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് വേം ആണ്, നമ്മുടെ ബോഡിയിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു പാരസൈറ്റ് ആയിട്ട് താമസിക്കുന്ന ഒരു ഓർഗാനിസമാണ് എന്താണ്? പ്ലാനേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനിയുണ്ട്, നമുക്കറിയാം നമ്മുടെ അമ്മമാരാണ് അല്ലേ നമുക്ക് ജന്മം നൽകിയത്, അല്ലെങ്കിൽ നമ്മൾക്ക് കുഞ്ഞുണ്ടാവുന്ന എപ്പോഴും അമ്മമാർക്കല്ലേ. ഇനി നേരെ തിരിച്ചുണ്ട്, ഫാദേഴ്സിന്. അച്ഛന്മാർ എന്താണ്? അച്ഛന്മാർ അമ്മമാരാകുമോ? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അച്ഛന്മാർ ബർത്ത് കൊടുക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അതെന്താണ്? സീ ഹോഴ്സസ് ബിലോങ്ങിങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫിഷ് ആർ creatures 7 inches long. Eggs laid by female seahorses are stored in the sac seen in the abdomen of male seahorses. അതായത് മുട്ട എവിടെ നിന്ന് തന്നെയാണ് വരുന്നത്? മുട്ട എന്താണ്? അമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫീമെയിൽ സീഹോഴ്സിൽ നിന്ന് വന്നിട്ട് അത് എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? മെയിൽ സീഹോഴ്സിൻ്റെ അകത്താണ്, അബ്ഡോമൻ്റെ അകത്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഫാദറാണ് ബേർത്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ആഫ്റ്റർ 40 days, ആ 40 days എന്ന് പറയുന്നത് എന്താണ്? ഇൻക്യുബേഷൻ ഡേറ്റ് ആണ് അല്ലേ, ഇൻക്യുബേഷൻ സമയമാണ്. അപ്പം ആഫ്റ്റർ 40 days ദീസ് എഗ്സ് ഹാച്ച് ആൻഡ് യങ് വൺസ് കം ഔട്ട് ഓഫ് ദി സാക്ക്. കണ്ടോ, അപ്പം മുട്ട വിരിഞ്ഞ് അല്ലെങ്കിൽ സാക്കിൽ നിന്ന് വെളിയിലേക്ക് വരും. ദാറ്റ് ഈസ് വൈ ദ മെയിൽ സീഹോഴ്സ് സീംസ് ടു ഗീവ് ബർത്ത് ടു ഇറ്റ്സ് യങ് വൺസ്. ശരിക്കും പറഞ്ഞാൽ മെയിൽ സീഹോഴ്സ് എന്താ ചെയ്യുന്നത്? അവരെ സൂക്ഷിക്കുകയാണ് അല്ലേ. ഇൻക്യുബേഷൻ ചെയ്യുന്നത് മെയിൽ സീഹോഴ്സ് ആണെന്നേ ഉള്ളൂ, പക്ഷേ എഗ്ഗ് വരുന്നത് ഫീമെയിലിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പെൺ സീഹോഴ്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ശരി, മാർസുപ്പിയൽസ് നോക്കിയേ. The kangaroo, commonly known as marsupial, is found in Australia. Marsupial എന്ന് പറഞ്ഞാൽ പൗച്ച്ഡ് മാമൽസ്, അതായത് എന്താണ്? പോക്കറ്റുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് സഞ്ചിയുള്ള ആനിമൽസിനെയാണ് പോച്ച്ഡ് ആനിമൽസ് എന്ന് പറയുന്നത്. പൗച്ച്ഡ് ആനിമൽസ് എന്ന്, പോച്ച്ഡ് അല്ല, പൗച്ച്ഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പം മാർസുപ്പിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൗച്ച്ഡ് ആനിമൽസ് ആണ്. അവർക്ക് എന്താണ്? ഒരു പോക്കറ്റ് പോലെ ഒരു ഇതുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ഇൻക്യുബേഷൻ നടത്തുക. കുട്ടികളെ അവർ എന്താണ് ജനിച്ചു കഴിഞ്ഞാൽ ദേ ലുക്ക് ആഫ്റ്റർ ദെയർ യങ് വൺസ്, keeping them in the sack in their body. They look after their young ones. എന്താ ചെയ്യുന്നത്? ആ പോക്കറ്റിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ആ പൗച്ചിൽ ഇട്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ കുട്ടികളെ അവർ സംരക്ഷിക്കുന്നത്. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, വിവിപാരസ് സ്നേക്ക്. അതായത് എന്താണ്? ബേർത്ത് നൽകുന്ന സ്നേക്സ്. അതെന്താ? മുട്ടയിടുകയല്ലേ ചെയ്യുന്നത്? സ്നേക്സ് സാധാരണ മുട്ടയിടാറല്ലേ പതിവ്. ഇതെന്താണ് വിവിപാരസ് സ്നേക്ക് എന്ന് പറയുന്നത്? വിവിപാരസ് സ്നേക്ക് എന്ന് പറയുന്നത് ദ എഗ്സ് ഓഫ് വൈപ്പർ ഹാച്ച് വിത്തിൻ ദ ബോഡി ഇറ്റ്സെൽഫ്. അതായത് മുട്ട എവിടെയാണ്? ബോഡിക്കകത്ത് തന്നെ മുട്ടയുണ്ട്, അത് വിരിയുന്നത് ബോഡിക്കകത്ത് വെച്ച് തന്നെയാണ്. വെളിയിലൊന്നും മുട്ട വെളിയിലിട്ട് അങ്ങനെയല്ല. മുട്ട എന്താണ്? ബോഡിക്കകത്തുനിന്ന് തന്നെ വിരിഞ്ഞ് കുട്ടികൾ വെളിയിലേക്ക് വരും. വെൻ ദ യങ് വൺസ് കം ഔട്ട് ഓഫ് ദി ബോഡി ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് വൈപ്പർ ഗീവ്സ് ബർത്ത് ടു ഇറ്റ്സ് യങ് വൺസ്. അതായത് മുട്ട അവർ ഉള്ളിൽ തന്നെ വെച്ച് കുട്ടികൾ വിരിയുന്നതുകൊണ്ട് പിന്നെ എന്താണ്? അവർ കുട്ടികൾക്ക് പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ പിന്നെ നറിഷ് ചെയ്യുകയോ അങ്ങനെ അവരെ നോക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് അവരെ എന്താണ് നമ്മൾ വിവിപാരസ് ഫീഡ് മിൽക്ക് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവർക്ക് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കണ്ടേ, അതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ എന്താണ്? ആഫ്റ്റർ ദ യങ് വൺസ് ഹാവ് കം ഔട്ട് ദ വൈപ്പർ ഡസ് നോട്ട് ടേക്ക് കെയർ ഓഫ് ദം. അതുകൊണ്ടാണ് അവരെ നമ്മൾ വിവിപാരസിൻ്റെ ഗ്രൂപ്പിൽ പെടുത്താത്തത്. പിന്നെന്താണ്? അവർ മുട്ടയിടുന്നുണ്ട്, അത് പക്ഷെ അകത്തായതുകൊണ്ട് അവർ നമ്മൾ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ ബേർത്ത് കൊടുക്കുന്ന പോലെ ആയിട്ട് തോന്നും. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയുടെ നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അതുപോലൊരു സാധനമാണ് അല്ലെങ്കിൽ അതുപോലൊരു ഓർഗാനിസമാണ് കോറൽസ് എന്ന് പറയുന്നത്.
ശ്രദ്ധിച്ചേ, ദ കോറൽസ് ഡിസ്ക്രൈബ്ഡ് ആസ് റെയിൻ ഫോറസ്റ്റ് ഓഫ് ദി സീ ആർ ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് അപ്പിയർ ലൈക്ക് ഗാർഡൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ. കോറൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, ഈ സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ കടലിൻ്റെ അടിയിലൊക്കെ കടലിൻ്റെ അടിയിലോ ഓഷ്യൻ്റെ അടിയിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഇങ്ങനെ ഇല പോലത്തെ ചില ചെടികൾ കാണാൻ പറ്റും അല്ലേ. അതെന്താണ്? ലിവിങ് ഓർഗാനിസംസ് ആണ്. അവരെയാണ് നമ്മൾ കോറൽ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ഓൾസോ ദ ഹാബിറ്റാറ്റ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീ ക്രീച്ചേഴ്സ്. അവരും എന്താണ്, കുറേ ഇങ്ങനെ ഒത്തിരി കോറൽസ് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ ഒരുപാട് സീ ക്രീച്ചേഴ്സ് അവരുടെ ഷെൽട്ടറായിട്ട് വെച്ചിരിക്കുന്നത് എന്താണ്? സീ കോറൽസ് ആണ്. ഓക്കെ, corals that control sea turbulence to some extent are used for making medicines for various diseases. ഈ നല്ല ടൈഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കോറൽസ് എന്താ, ഒരുപാട് തടസ്സം പോലെ നിന്ന് ഒരുപാട് ഓർഗാനിസംസ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ കോറൽസ് ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു തടയണയായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ഈ കോറൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവരെയൊക്കെ എടുത്ത് മെഡിസിൻസ്, പല പല അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് നമ്മൾ ഉണ്ടാക്കാറായിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഇപ്പോൾ അവർ എക്സ്റ്റിങ്ഷൻ്റെ വാതിക്കലാണ്. അതായത് ഇപ്പോൾ അവരെന്താണ്, അവർക്ക് വളരാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ അവരുടെ കാൽഷ്യം ഡിപ്പോസിറ്റുകൾ കൂടിയത് കാരണം എന്താണ്, അവർക്ക് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ പുതിയ കോറൽ റീഫുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, in year 1997 and 2008 were observed as coral year in order to create awareness of the importance of protecting them. 1997 തൊട്ട് 2008 വരെയുള്ള തീയതികളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ എന്താണ്, കോറൽ ഇയർ ആയിട്ട് അവരെ കൂടുതൽ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അവയർനെസ്സുകൾ ഉണ്ടാക്കിയ വർഷങ്ങളാണത്. ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കോറൽ റീഫ് ഇസ് എ ഗ്രേറ്റ് ബാരിയർ റീഫ് ഓഫ് ഓസ്ട്രേലിയ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ കോറൽ റീഫൊക്കെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പം ഇങ്ങനെയുള്ളതിടത്തൊക്കെ നമുക്ക് പോയി ഇരിക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും. അപ്പം ഇതൊക്കെ നശിച്ചു പോയാൽ നമുക്ക് വരുന്ന ജനറേഷൻ ഇതൊക്കെ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ ലക്ഷദ്വീപിലും എന്താണ്, ഒരുപാട് കോറൽ റീഫുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല നിങ്ങളാരും? ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ ഓൺ എർത്ത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലൈവ് കാണുന്നവർക്ക് വേണ്ടി മാത്രം ഈസി ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുകയാണ്. അടുത്ത നോക്കിയേ, നെയിം 2 mammals ദാറ്റ് ലീവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ താമസിക്കുന്ന 2 മാമലുകളുടെ പേര് പറയുക. എളുപ്പമല്ലേ? 2 ക്വസ്റ്റ്യനും എളുപ്പമാണ്. അപ്പം 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരി. നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒബ്സർവ് നമ്മൾ മിസ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്ന എല്ലാം എക്സാം പോയിന്റിൻ്റെ ബുക്കിൽ നിന്നാണ്. നോക്കിയേ, നമ്മുടെ എക്സാം പോയിന്റിൻ്റെ ബുക്ക് കാണിച്ചു തരാം. നോക്കിയേ, കണ്ടോ, ഇത് നമ്മുടെ എക്സാം പോയിന്റിൻ്റെ ബുക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ബുക്ക് നോക്കിയിട്ട് ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സും ക്വസ്റ്റ്യൻസും എല്ലാം ഇതിലുണ്ട്. അപ്പം വാങ്ങിച്ച് നിങ്ങൾ നോക്കാനായിട്ട് എക്സാമിന് മുമ്പ് നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ശരി, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഷോയിങ് ദ സ്റ്റേജസ് ഓഫ് മെറ്റാമോർഫോസിസ് ഓഫ് എ ബട്ടർഫ്ലൈ. മിസ് കുറച്ചൊന്ന് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. ഓക്കെ.
അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എക്സാം പോയിന്റിന് ബുക്കിൽ നിന്ന് മിസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷോയിങ് ദ സ്റ്റേജസ് ഓഫ് മെറ്റാമോർഫസ് ഓഫ് എ ബട്ടർഫ്ലൈ. അപ്പോൾ ആദ്യത്തെ നെയിം ദ യങ് വൺ ഹാച്ചിങ് ഔട്ട് ഓഫ് ദി എഗ് ഓഫ് എ ബട്ടർഫ്ലൈ. ആദ്യം എന്തൊക്കെയാണ്? ലാർവ, കാറ്റർപില്ലർ, കുക്കൂൺ അല്ലെങ്കിൽ പ്യൂപ്പ, ബട്ടർഫ്ലൈ. അപ്പോൾ ഇതിൽ ഏതാണ് യങ് വൺ വരുന്നത്? നിങ്ങൾ കണ്ടുപിടിക്കണേ. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് മെറ്റാമോർഫോസിസ് ഓഫ് എ ബട്ടർഫ്ലൈ. ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ലാർവ, കാറ്റർപില്ലർ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. ഇത് 4 ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെയിം എനി 2 ഓർഗാനിസംസ് ഓഫ് വിച്ച് ദ യങ് വൺസ് ഡു നോട്ട് റിസംബിൾ ദെയർ പേരൻസ്. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഡ്രാഗൺ ഫ്ലൈയും ബട്ടർഫ്ലൈയും. പിന്നെ മോത്ത് എന്ന് പറഞ്ഞ ആനിമൽസ് ഉണ്ട്, മോത്ത് എന്ന് പറഞ്ഞ ഇൻസെക്റ്റ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ്? ബട്ടർഫ്ലൈയും ഡ്രാഗൺ ഫ്ലൈയും. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ. മാർക്ക് വെച്ച് മിസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. ഈസ് എ സെലസ്റ്റിയൽ ബോഡി ഇൻ സ്പേസ് ആൻഡ് ഇസ് ദ dash is the, it is not is, dash is a celestial body in space and is the closest to the space. ഏതാണ്? മൂൺ. ഏതാണ്? മൂൺ. Name of the spacecraft of Soviet Union took Yuri Gagarin to space. ഏതാണ്? വോസ്റ്റോക്ക് 1. ഏതാണ്? വോസ്റ്റോക്ക് 1. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വെക്കുക. വാട്ട് ആർ ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഫിഷറീസ്, പിന്നെന്താണോ നമ്മുടെ ഓർഗാനിസം മിനറൽ ഡിപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പിന്നെന്താ, സ്പേസിനെ പറ്റി പഠിക്കാനായിട്ട്, പിന്നെ മിലിറ്ററി യൂസസ്, ഇതുപോലെ ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ യൂസസ്, ആ മറ്റേ സൂചി പോലെ കാണിച്ചില്ലേ, പദസൂര്യൻ പോലെ നമ്മൾ കാണിച്ചില്ലേ, അതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ എന്താണ് യൂസസ് എന്ന് പറയുന്നത്. യൂറി ഗഗാറിൻ, ദ ഫസ്റ്റ് ആസ്ട്രോണോട്ട്, ദ ഫസ്റ്റ് മാൻ ഓൺ ടു ലാൻഡ് ദ മൂൺ. ആരാണ്? നീൽ ആംസ്ട്രോങ്. വാട്ട് ആർ നോൺ ആസ് ദി ആംഫീബിയൻസ്? അറിയാലോ, കരയിലും വെള്ളത്തിലും താമസിക്കാൻ പറ്റുന്ന ആനിമൽസിനെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയുന്നത്. ആൻ ഓർഗാനിസം വിച്ച് മേക്സ് നെസ്റ്റ് ബൈ പുട്ടിങ് റൗണ്ട് പെബിൾസ് ടുഗെദർ. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയാണ്? ആൻ ഓർഗാനിസം വിച്ച് മേക്സ് നെസ്റ്റ് ബൈ പുട്ടിങ് റൗണ്ട് പെബിൾസ് ടുഗെദർ. പെൻഗ്വിൻ. ഏതാണ്? പെൻഗ്വിൻ. കണ്ടോ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നത് കണ്ടോ? പെൻഗ്വിൻ ആണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ വൺ വിച്ച് ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഇതിൽ ഏതാണ്? ക്വസ്റ്റ്യനിൽ റെൽ, സ്നേക്ക്, ആൻഡ് സ്കോർപ്പിയൻ, ലൗസ്. ഇതിൽ ആ ഗ്രൂപ്പിൽ പെടാത്ത ഏതാണ്? ലൗസ് ആണ് അല്ലേ. ഇറ്റ് ലീവ്സ് ഓൺ അതർ ബീയിങ്സ് ഓൺ പാരസൈറ്റ്സ്. അപ്പോൾ ലൗസ് എന്ന് പറയുന്നത് അതർ ഓർഗാനിസത്തിൽ ജീവിക്കുന്നത്. ലൗസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പേൻ, നമ്മുടെ തലയിലുള്ള പേനെയാണ് ലൗസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതെവിടെയാണ്? അത് പാരസൈറ്റ് അല്ലേ, ബാക്കിയൊക്കെ തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പം ലൗസ് എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ആണ്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലിനി ഓൺ വൺ ഏതാ? കൗവ്, ഫ്ലൈ, ഫ്രോഗ്, പാരറ്റ്. ഏതാണ്? ഫ്രോഗ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? അതൊരു ആംഫിബിയൻ ആണ്. കൗ എന്ന് പറയുന്ന ടെറസ്ട്രിയൽ ആണ്, ഫിഷ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആണ്, ഫ്ലൈ എന്ന് പറയുന്നതും ടെറസ്ട്രിയൽ ആണ്, പാരറ്റും ടെറസ്ട്രിയൽ ആണ്, അല്ലെങ്കിൽ അത് ബേർഡ് ആണ് അല്ലേ. ബേർഡ്, പിന്നെ ഇൻസെക്റ്റ്, പിന്നെ ആനിമൽ. ഓക്കെ, ഫ്രോഗ് എന്ന് പറയുന്നത് ആംഫിബിയൻ ആണ്. ബാക്കിയെല്ലാം എന്താണ്? ടെറസ്ട്രിയൽ ആയിട്ടുള്ളതല്ലേ. ഓക്കെ, ബാറ്റ്സ് ക്യാൻ ട്രാവൽ ഈവൻ ഇൻ ഡാർക്ക്നെസ്. ഹൗ ഇസ് ഇറ്റ് മെയ്ഡ് പോസിബിൾ? ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കത് അത്രയ്ക്ക് പഠിക്കാനായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എവിടെയോ ഏതോ ഒരു സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം. ദേ ഹാവ് മോർ ഓഡിബിലിറ്റി. അവർക്ക് കാഴ്ചയില്ലെങ്കിലും എന്താണ്, ചെവി നല്ല പോലെ കേൾക്കുക, അപ്പോൾ ഓഡിബിലിറ്റി. പിന്നെ ഇയേഴ്സ് ആർ ലാർജ് വിത്ത് ഫോൾഡിങ്സ്. അപ്പം ഓരോ ലെയർ ആയിട്ടാണ് അവരുടെ ഇയേഴ്സ് ഉള്ളത്. പിന്നെ ദേ ഹാവ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് അൾട്രാസോണിക് സൗണ്ട് ആൻഡ് റിസീവ് ഇറ്റ്സ് എക്കോ. എന്തെങ്കിലും സാധനം അവരുടെ നേരെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സാധനം ഉണ്ടോയെന്ന് അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് ആ സൗണ്ട് എക്കോ അടിച്ച് നമ്മുടെ ചെവിയിലേക്ക് വരാറില്ലേ, ആ സൗണ്ട് കേൾക്കാനുള്ള കഴിവ് ഈ പറഞ്ഞ ബാറ്റ്സിന് വളരെ കൂടുതലാണ്. ഓക്കെ, ശരി, അടുത്ത് നോക്കിയേ.
Frogs can live both in water and on land. What are the peculiarities that enables a frog to live on land and in water? ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇനി എങ്ങനെയെങ്കിലും ചോദിച്ചാലോ. അതുകൊണ്ട് ദ ഫിംഗേഴ്സ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഓഫ് ഫ്രോഗ്സ് ആർ കണക്റ്റഡ് ബൈ വെബ്. ഇതൊക്കെ നമ്മുടെ എക്സാം പോയിന്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദിസ് ഹെൽപ്സ് ടു സ്വിം ഇൻ വാട്ടർ. ലൂസ് സ്ലൈമി സ്കിൻ ഹെൽപ്സ് movement in water. While underwater, the thin membrane that covers the eyes protect the eyes and skin helps to respire. Breathe atmospheric air while on land. The hind limbs help to jump on land. Long and sticky tongues help to catch flies. അപ്പം മിസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഈ ലൈവ് ഒന്നും കൂടി ഒന്ന് റിപ്ലൈ ചെയ്ത് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വാട്ട് ആർ ദ അൺകൺട്രോളബിൾ ഇൻ്റർഫറൻസ് ഓഫ് എ മാൻ വിച്ച് അഫക്ട്സ് ദ ബാലൻസ് ഓഫ് നേച്ചർ? എന്താണ്? ഡീഫോറസ്റ്റേഷൻ, പിന്നെ ഈ കോറൽ റീഫൊക്കെ നശിപ്പിക്കുക, അൺറെസ്ട്രിക്റ്റഡ് ഹണ്ടിങ്, പിന്നെ ലെവലിംഗ് ആൻഡ് ഫൈലിംഗ് ഓഫ് പാഡി ഫീൽഡ്സ്, വയലൊക്കെ നികത്തുക, പിന്നെ ഫില്ലിംഗ് ഓഫ് പോൺസ് വിത്ത് എർത്ത്, മഡ് കൊണ്ട് നിറയ്ക്കുക, ഇങ്ങനെ കുളം നികത്തുക എന്ന് പറയില്ലേ. ഓക്കെ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഇത് നേച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആയത്, അല്ലെങ്കിൽ നേച്ചറിനെ പറ്റി, ആനിമൽസിനെ പറ്റി പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ്ഡ് അല്ല, കുറച്ച് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങളിതൊന്ന് നേച്ചറിനെ പറ്റി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ഒന്ന് കേട്ട് ഒന്ന് ആലോചിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ലാസ്റ്റ് 2 ചോദ്യങ്ങൾ നോക്കിയേ. എ നോൺ പോയ്സണസ് സ്നേക്ക്, നെയിം എ ഫ്ലൈയിങ് മാമൽ. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള, നമ്മുടെ ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്തിട്ട് നമ്മുടെ എക്സാം പോയിൻ്റ് ഈ ചാറ്റിൽ 10 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ആൻസർ ചെയ്യുന്നവർക്ക് നമ്മുടെ എക്സാം പോയിൻറ്റിൻ്റെ 5th സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ ബുക്സും എക്സാമിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഴിവതും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ്? OV പാരസ്, VV പാരസ്, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻക്യുബേഷൻ പീരിയഡ്, പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സ്, മെറ്റാമോർഫോസിസ്, അത് ക്വസ്റ്റ്യൻ വന്ന ഇതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇത്രയും വേഗത്തിൽ എടുത്താലേ നമുക്ക് ആ ചാപ്റ്റർ 2 മെയിൻ പോയിന്റ്സ് തന്നെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഈ പരീക്ഷയുടെ തലേദിവസം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, കറക്റ്റ് എല്ലാ പോയിന്റ്സും മിസ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക, നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബുക്സൊക്കെ നല്ലപോലെ റെഫർ ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി നല്ല അറിവോടുകൂടി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.